Next problem, from the following trial balance of Steve Life Insurance Company Limited, prepare revenue account and balance sheet. അപ്പം റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. ഫസ്റ്റ് ആയിട്ട് എന്താ ബാലൻസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് അറ്റ് ദ ബിഗിനിങ്. അപ്പം ഈ എമൗണ്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട എമൗണ്ടാണ്. റിസർവ് ആൻഡ് സർപ്ലസ് ഒക്കെ എഴുതിയതിന് ശേഷം കാണിക്കുന്നു. അതിൻ്റെ കൂടെ റവന്യൂ അക്കൗണ്ടിൽ നിന്ന് വരുന്ന സർപ്ലസിൻ്റെ എമൗണ്ടും കൂടെ ആഡ് ചെയ്ത് കാണിക്കേണ്ട ഐറ്റമാണ്. പിന്നെ അടുത്തത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അത് 8th ഷെഡ്യൂളിലാണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസെറ്റ് അതർ ഇൻകത്തിൽ വരുന്നു. റവന്യൂ അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ അക്കൗണ്ട് അത് റിസർവ് ക്രിയേറ്റ് ചെയ്ത് 6th ഷെഡ്യൂളിൽ റിസർവ് ആൻഡ് സർപ്ലസിലെ ബാലൻസ് ഷീറ്റിൽ വരുന്നു. ക്ലെയിംസ് ബൈ ഡെത്ത് 4th ഷെഡ്യൂൾ റവന്യൂ അക്കൗണ്ടിൽ വരുന്നു. അടുത്തത് ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി 4th ഷെഡ്യൂൾ റവന്യൂ അക്കൗണ്ട്. ലോൺസ് ഓൺ മോർഗേജസ് ആൻഡ് ലോൺസ് ഓൺ പോളിസീസ് ലോൺസ് അക്കൗണ്ടിൽ വരുന്നു. ദെൻ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി 10th ഷെഡ്യൂൾ. ഫിക്സഡ് അസറ്റിൽ ഏജൻസ് ബാലൻസസ് 12th ഷെഡ്യൂൾ അഡ്വാൻസസ് ആൻഡ് അതർ അസെറ്റ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് 13th ഷെഡ്യൂൾ. കറണ്ട് ലയബിലിറ്റീസ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം 12th ഷെഡ്യൂൾ. കമ്മീഷൻ പെയ്ഡ് 2nd ഷെഡ്യൂൾ റവന്യൂ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ അക്രൂഡ് ആണ്. അപ്പം 12th ഷെഡ്യൂൾ അഡ്വാൻസ് ആൻഡ് അതർ അസെറ്റ്. പ്രീമിയം 1st ഷെഡ്യൂൾ. ക്ലെയിംസ് അഡ്മിറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ്, അതും ക്ലെയിംസ് അഡ്മിറ്റഡ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആണ്, അതുകൊണ്ട് തന്നെ 13th ഷെഡ്യൂളിൽ അല്ലേ ക്ലെയിംസ് പേയബിൾ ലയബിലിറ്റി ആയിട്ടാണ്. അപ്പം 13th ഷെഡ്യൂൾ. സറണ്ടേഴ്സ് 4th ഷെഡ്യൂൾ. സിംഗിൾ പ്രീമിയം 1st ഷെഡ്യൂൾ റവന്യൂവിൽ പ്രീമിയത്തിൽ റവന്യൂ അക്കൗണ്ടിൽ. കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻഡഡ് അതർ ഇൻകം. ദെൻ ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് റവന്യൂ അക്കൗണ്ടിൽ. ഡെപ്രിസിയേഷൻ ഓൺ പ്രോപ്പർട്ടി അതും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് സാലറീസ് ഓഡിറ്റേഴ്സ് ഡയറക്ടേഴ്സ് ലീഗൽ എക്സ്പെൻസസ് അഡ്വർടൈസിങ് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഇതെല്ലാം 3rd ഷെഡ്യൂളിലാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ വരുന്നു. ക്യാഷ് അറ്റ് ബാങ്ക് 11th ഷെഡ്യൂളിൽ. ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്താണ്, ഇത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അസറ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഐറ്റം അസറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ ഐറ്റത്തിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കേണ്ട ഫിഗറാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ഷെഡ്യൂളായിട്ട് നമുക്ക് ഷെഡ്യൂൾസ് ആദ്യം പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ട്സിലേക്ക് എടുത്തെഴുതാം. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂൾ എന്താണ്, ഫസ്റ്റ് ഷെഡ്യൂളാണ് പ്രീമിയം. അപ്പോൾ പ്രീമിയത്തിനകത്ത് എന്ത് ഐറ്റംസ് ആണ് വരുന്നത്, ഫസ്റ്റ് ഷെഡ്യൂളിൽ പ്രീമിയം ഒരു ഐറ്റം ഉണ്ട്. ദെൻ സെക്കൻഡ് സിംഗിൾ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഐറ്റം ഉണ്ട്. പിന്നെ വേറൊന്നും പ്രീമിയത്തിൽ വരുന്ന ഐറ്റംസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ 2 ഐറ്റംസാണ് ഫസ്റ്റ് ഷെഡ്യൂളിലുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് റവന്യൂ അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് വരച്ചു. ഫോം A6 റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻ്റെ ഹെഡിങ് കൊടുത്തു. പിന്നെ അതിൻ്റെ ഫോമാറ്റ് നമ്മൾ വരച്ചു വെച്ചു. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോം ABS ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റും വരച്ചു വെച്ചു. ഇനി നമുക്ക് ഷെഡ്യൂൾസ് വരച്ചിട്ട് ഓരോ ഐറ്റംസും എഴുതിയിട്ട് അതിൻ്റെ ടോട്ടൽ അവസാനം നമുക്ക് ഈ അക്കൗണ്ട്സിലേക്ക് അതായത് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് എടുത്തെഴുതാം. നമ്മുടെ ഫസ്റ്റ് ഐറ്റം നമ്മൾ പറഞ്ഞു ഷെഡ്യൂൾ 1 പ്രീമിയം ആണ്. പ്രീമിയത്തിൽ ആദ്യമേ പ്രീമിയംസ് ഉണ്ടായിരുന്നു 2 lakh. ദെൻ സിംഗിൾ പ്രീമിയം 2 lakh ഉണ്ടായിരുന്നു. സിംഗിൾ പ്രീമിയം 80,000 ഉണ്ടായിരുന്നു. രണ്ടിൻ്റെയും കൂടെ ബാലൻസ് ആഡ് ചെയ്യുമ്പോൾ 2,80,000 വരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഷെഡ്യൂൾ, നമുക്ക് ഈ ഫസ്റ്റ് ഷെഡ്യൂളിലെ പ്രീമിയം എമൗണ്ട് അതായത് പ്രീമിയത്തിൻ്റെ ടോട്ടൽ എമൗണ്ട് നമുക്ക് റവന്യൂ അക്കൗണ്ടിലേക്ക് എടുത്തെഴുതാം. നമ്മളത് എഴുതി. പ്രീമിയം ഏൺഡ് നെറ്റ് 2,80,000 എഴുതി. ഇനി ഇതിൻ്റെ താഴെയാണ് നമ്മുടെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ക്വസ്റ്റ്യനകത്തുണ്ട്. പിന്നെന്താണ് പ്രോഫിറ്റ് ഓൺ സെയിൽ എന്നൊരു ഐറ്റം ഉണ്ട്, അതും നമ്മുടെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഒരു കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻഡഡ് എന്നൊരു ഐറ്റവും വരുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഈ ഷെഡ്യൂളിന് നേരെ താഴെ ഇങ്ങനെ പിറക്കി എഴുതാം. അപ്പോൾ ഐറ്റംസ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ആൻഡ് റെൻ്റ് ഉണ്ട് 70,000. അതർ ഇൻകം കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻഡഡ് 50,000. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഉണ്ട് 2,000. ഈ ഐറ്റംസാണ് നമ്മുടെ ഇൻകം പാർട്ടിൽ റവന്യൂ അക്കൗണ്ടിൽ വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ നമ്മൾ എഴുതി 4,02,000. ദെൻ സെക്കൻഡ് ഷെഡ്യൂൾ കമ്മീഷൻ്റെ ഷെഡ്യൂളാണ്. കമ്മീഷൻ പെയ്ഡ് 24,000 ഒരൊറ്റ ഐറ്റമേ ഉള്ളൂ. അപ്പോൾ കമ്മീഷൻ പെയ്ഡ് 24,000. അപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ റവന്യൂ അക്കൗണ്ടിലേക്ക് എടുത്തെഴുതാം. കമ്മീഷൻ സെക്കൻഡ് ഷെഡ്യൂൾ അതായത് 24,000 ആണ് എമൗണ്ട്. ഇനി അടുത്ത ഷെഡ്യൂളുള്ളത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, ഡിപ്രിസിയേഷൻ തൊട്ട് അഡ്മിനിസ്ട്രേഷൻ തൊട്ട് സാലറി ഓഡിറ്റേഴ്സ് ഡയറക്ടേഴ്സ് ഫീസ്
ലീഗൽ, അഡ്വർടൈസിങ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ഇത്ര ഐറ്റംസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഷെഡ്യൂൾ പ്രിപ്പയർ, അപ്പം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തു. അപ്പം എല്ലാ ഐറ്റംസും നമ്മൾ എഴുതി. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ വരുന്നത്, ഇതിൻ്റെ ടോട്ടൽ 57,000 ആണ്. ഈ എമൗണ്ട് നമുക്ക് റവന്യൂ അക്കൗണ്ടിലേക്ക് എഴുതിയേക്കാം. ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ എമൗണ്ട് 57,000 എഴുതി. പിന്നെ ഈ രണ്ട് ഷെഡ്യൂൾസും ടോട്ടൽ ചെയ്ത് 81,000, ടോട്ടൽ ബി 81,000 എന്ന് കാണിച്ചു. ഇനി നമ്മുടെ നെക്സ്റ്റ് സെക്ഷനാണ് ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ സെക്ഷൻ. ഇനിയുള്ളത് ബെനിഫിറ്റ്സ് പെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ ക്ലെയിംസ് ബൈ ഡെത്ത് ഫസ്റ്റ് ഐറ്റം, ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി, ദെൻ സറണ്ടേഴ്സ് ഉണ്ട്. ഈ 3 ഐറ്റമാണ് നമുക്ക് ബെനിഫിറ്റ്സ് പെയ്ഡിനകത്ത് ഉള്ളത്. ഇതിൻ്റെ ഷെഡ്യൂളിൽ കാണിക്കാം. 3 ഐറ്റംസ് എഴുതി. ഷെഡ്യൂളിൽ 1,80,000 ടോട്ടൽ വന്നു. അത് നമുക്ക് അക്കൗണ്ടിലേക്ക്, റവന്യൂ അക്കൗണ്ടിലേക്ക് എഴുതാം. അപ്പോൾ ബെനിഫിറ്റ്സ് പെയ്ഡ് നമ്മൾ നേരിട്ട് എഴുതി 1,80,000. വേറെ ഐറ്റംസ് ഒന്നും അതിൻ്റെ താഴെ വരാനില്ല. അപ്പം നമ്മൾ അതിന് ടോട്ടൽ ചെയ്തു, 1,80,000 ടോട്ടൽ ചെയ്തു. ഇനി നമുക്കെന്താ, സർപ്ലസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എഴുതി. അത് ഡി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി മൈനസ് സി ആണ്. അതിൻ്റെ ഡിഫറൻസ് എല്ലാം എടുക്കുമ്പോൾ എയിൽ നിന്ന് ബിയും സിയും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1,41,000 എന്ന് പറയുന്നത് സർപ്ലസ് എമൗണ്ട് ആയിട്ട് കിട്ടും. ഈ എമൗണ്ടാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ലൈഫ് അഷുറൻസ് ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. അപ്പോൾ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഇനി അടുത്തത് നമ്മുടെ ബാലൻസ് ഷീറ്റാണ്. അപ്പം ബാലൻസ് ഷീറ്റിലേക്കുള്ള ഷെഡ്യൂൾസ് നമുക്ക് വരയ്ക്കാം. ഫസ്റ്റ് ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 6, റിസർവ് ആൻഡ് സർപ്ലസ്. കാരണം ഷെയർ ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലാത്തതുകൊണ്ട് ഷെയർ ക്യാപിറ്റലിൻ്റെ ഷെഡ്യൂൾ വരയ്ക്കുന്നില്ല. നമുക്കുള്ളത് ഷെഡ്യൂൾ 6 റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ ഷെഡ്യൂളാണ്. അപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റിസർവ് ഉണ്ട്. ആ എമൗണ്ട് നമ്മൾ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ എമൗണ്ട് നമ്മൾ 10,000 എന്നുള്ളത് കാണിക്കുക. വേറെ ഐറ്റംസ് ഒന്നുമില്ല. ഈ എമൗണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതാം. അടുത്തത് റിസർവ് ആൻഡ് സർപ്ലസിനെ നമ്മൾ കാണിച്ചു. 6th ഷെഡ്യൂൾ 10,000 എമൗണ്ട് കാണിച്ചു. റിസർവ് ആൻഡ് സർപ്ലസിന് ശേഷം ബോറോയിങ്സ് ഉണ്ടോ നോക്കുക. ബോറോയിങ്സ് ഒന്നും നമ്മുടെ ക്വസ്റ്റ്യനിലില്ല. ദെൻ ഇനിയുള്ളത് എന്താ, പോളിസി ഹോൾഡേഴ്സ് ഫണ്ടാണ്. പോളിസി ഹോൾഡേഴ്സ് ഫണ്ട് ഈ ലയബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റമാണ്. അപ്പം അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ലൈഫ് അഷുറൻസ് ഫണ്ട് എന്നൊരു എമൗണ്ട് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ റവന്യൂ അക്കൗണ്ടിൽ സർപ്ലസ് എമൗണ്ട് ആണിത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കാണിക്കുന്നു. ഇത് രണ്ടും എന്നിട്ട് ടോട്ടൽ ചെയ്യാം. അപ്പം നമുക്ക് ടോട്ടൽ 21,51,000 എമൗണ്ട് വരുന്നു. അടുത്ത ഷെഡ്യൂൾ 8 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒറ്റ ഐറ്റം നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളൂ. 10 lakh എന്നൊരു ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ 10 lakh മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ട് ആ എമൗണ്ട് നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് 8th ഷെഡ്യൂൾ കാണിക്കുക. ഇനി നമുക്ക് 9th ഷെഡ്യൂൾ എന്താണ്, ലോൺസ് ആണ്. അപ്പം 2 ലോൺസ് ആണുള്ളത്. ലോൺസ് ഓൺ മോർഗേജസ് 5,60,000, ലോൺസ് ഓൺ പോളിസീസ് 3 lakh. അപ്പോൾ ഇതിൻ്റെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യും. ഇതിൻ്റെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ 8,60,000 എമൗണ്ട് വന്നു. ഇത് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതാം. അപ്പം ലോൺസ് എഴുതി 9th ഷെഡ്യൂൾ, ദെൻ 8,60,000 എന്ന് പറഞ്ഞു എമൗണ്ട് എഴുതി. ഇനി നമുക്ക് ഷെഡ്യൂൾ 10 ആണുള്ളത്. ഷെഡ്യൂൾ 10 ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്നൊരു ഐറ്റം ഉണ്ട്, 1,03,000. അപ്പോൾ അതിനോട് കൂടെ തന്നെ വേറൊരു ഐറ്റം കണ്ടോ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. ഈ 3,000 ഇപ്പോൾ പറഞ്ഞ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. എന്നിട്ട് വേണം നമ്മുടെ ബാലൻസിലേക്ക് എഴുതാൻ. അപ്പം ഷെഡ്യൂൾ 10 ഫിക്സഡ് അസറ്റ് എഴുതി. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയുടെ എമൗണ്ട്, അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ 1 lakh എമൗണ്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ചെയ്യുമ്പോൾ 19,60,000. ഇനിയുള്ള ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇനി നമുക്ക് 11th ഷെഡ്യൂളിൽ വരാൻ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ഐറ്റമേ ഉള്ളൂ. അപ്പം അതിൻ്റെ എമൗണ്ട് 1,68,400. അതിൻ്റെ നമ്മൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തു. ഷെഡ്യൂൾ 11 ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസസ്, അതിട്ട് 1,68,400 എമൗണ്ട് ഇനി ബാലൻസ് ഷീറ്റിലേക്ക് ബാലൻസ് ഷീറ്റിൽ കാണിച്ചു. ക്യാഷ് അറ്റ് ബാങ്ക് 11 ഷെഡ്യൂൾ 1,68,400 കാണിച്ചു. ഇനി അടുത്ത ഷെഡ്യൂൾ 12th ഷെഡ്യൂളാണ്. 12th ഷെഡ്യൂൾ അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റിൽ ഉള്ള ഐറ്റമാണ്. ഏജൻസ് ബാലൻസ് ഓയിങ്, പിന്നെന്താണ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം കിട്ടാനുള്ളത്, ഇൻട്രസ്റ്റ് അക്രൂഡ് കിട്ടാനുള്ളത്. ഇത് 3 12th ഷെഡ്യൂളിൽ വരുന്നത്. അത് നമുക്ക് ഷെഡ്യൂൾ വരച്ച് ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ 12 അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് എഴുതി. അതിൻ്റെ 3ൻ്റെ ബാലൻസ്
ടോട്ടൽ ചെയ്യുമ്പോൾ 30,600 നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് 11th ഷെഡ്യൂളിൽ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, പിന്നെ ക്ലെയിംസ് സബ്മിറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ഉണ്ട്. ഈ 2 ഐറ്റമാണ് നമ്മുടെ 13th ഷെഡ്യൂളിൽ ലയബിലിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഷെഡ്യൂളിലേക്ക് ആക്കി ഷെഡ്യൂൾ 13 കറണ്ട് ലയബിലിറ്റീസിൽ അതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ 8,000 വന്നു. അത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് 8,000 ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് മാത്രമേ ഉള്ളൂ, 14th പ്രൊവിഷൻസിൻ്റെ ഇല്ല. അപ്പം ഇതിൻ്റെ മാത്രം ടോട്ടൽ 8,000 എടുത്തു. അപ്പം സബ് ടോട്ടൽ എയും സബ് ടോട്ടൽ ബിയും കിട്ടി. ഇനി നെറ്റ് കറണ്ട് അസെറ്റാണ്. സബ് ടോട്ടൽ രണ്ടിൻ്റെയും ഡിഫറൻസ് ഇത് എ മൈനസ് ബി ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് കറണ്ട് അസെറ്റ് 1,91,000 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഈ എമൗണ്ടും നമ്മുടെ ഈ പറഞ്ഞ ടോട്ടൽ ബിയും കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് എന്താണ് ടോട്ടൽ എ കിട്ടണം. അപ്പോൾ ഇത് ചെയ്തപ്പോൾ നെറ്റ് കറണ്ട് അസെറ്റ് സബ് ടോട്ടൽ എ മൈനസ് ബി ചെയ്തപ്പോൾ ഇത് കിട്ടി. അത് രണ്ടും ആഡ് ചെയ്തപ്പം 21,51,000 കിട്ടി. ഇത് തന്നെയാണ് നമുക്ക് ലയബിലിറ്റി സൈഡിലും കിട്ടി 21,51,000. അങ്ങനെ നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയിരിക്കുകയാണ്.